ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് പാറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പ് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ഫുൾ ഫാറ്റോട് കൂടിയുള്ള പാൽ വേണം നമുക്ക് ഇതിനു വേണ്ടി എടുക്കാൻ വേണ്ടി. ഒട്ടും വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം നമുക്കതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചാണ് ഞാൻ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 4 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ പാലൊന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ പാലിനകത്ത് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല തിക്കോട് കൂടിയുള്ള പാൽ വേണം നമ്മളിതിന് വേണ്ടി എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ഏലക്ക ചതച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കുന്നതിന് മുന്നേ നല്ലോണം ഇളക്കിയ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇത് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് പോകും. കൈ വിടാതെ ഇളക്കി തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. നല്ലോണം കുറുക്കി തന്നെ നമുക്ക് എടുക്കണം, എന്നാലേ നമുക്ക് ഈ ഒരു പുഡിങ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ആ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് 3-4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2-3 തവണ ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പുഡിങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ജെല്ലി പോലത്തെ നല്ലൊരു പുഡിങ്ങാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാമെങ്കിൽ നമ്മുടെ ഒരു പുഡിങ് പാറ്റ്സ് റെഡിയാവും. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിച്ചാത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിച്ചാത്തി ഒന്ന് കഴുകിയ ശേഷം ഒരു വെള്ളത്തിൽ തൊട്ട ശേഷം ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. പിച്ചാത്തിയിലേക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കിനിത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാൽപ്പൊടിയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ വശവും പാൽപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പാൽപ്പൊടിയുടെ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാം നമുക്ക് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്. ബൈ.